Hi dear students, ഇന്ന് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് പഠിക്കുന്നത്. അതായത് തിയറിയാണ് VB തിയറി, വാലൻസ് ബോണ്ട് തിയറിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ്സ്, അതായത് നമുക്കറിയാം VB തിയറി എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് മൊമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു തിയറിയാണ്. സോ നമുക്ക് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ, അതുപോലെ ഇപ്പം നമുക്ക് പാരയാണോ ഡൈ ആണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലത്തിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. കുറെ സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ മാഗ്നറ്റിസം പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ VB തിയറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വെർണർ തിയറി ഒന്ന് ചുരുക്കി പറയാം. വെർണർ തിയറിയുടെ പോസ്റ്റുലേറ്റ് ആണ് എന്ത്, സാധാരണ കോംപ്ലക്സസിന് 2 ടൈപ്സ് ഓഫ് വാലൻസീസ് ഉണ്ട് എന്ന് പറയും. അതായത് പ്രൈമറി വാലൻസും സെക്കൻഡറി വാലൻസും. പ്രൈമറി വാലൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് അയണൈസബിൾ വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസിയുടെ മറ്റൊരു പേരാണ് നോൺ അയണൈസബിൾ വാലൻസി. അതൊക്കെ നമ്മൾ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എന്താണ് ഐസോമർസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അയണൈസബിൾ വാലൻസി അല്ലെങ്കിൽ എന്താണ് പ്രൈമറി വാലൻസി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒന്നും കൂടി ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഇനി നമ്മൾ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രൈമറി വാലൻസ് കറസ്പോണ്ട്സ് ടു ദി ഓക്സിഡേഷൻ നമ്പർ. പ്രൈമറി വാലൻസ് എന്താണ്, ഓക്സിഡേഷൻ നമ്പറും സെക്കൻഡറി വാലൻസ് എന്ന് പറയുന്നത് എന്താണ്, കോർഡിനേഷൻ നമ്പറിനെയും കറസ്പോണ്ട് ചെയ്യുന്നെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. പ്രൈമറി വാലൻസ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി മെറ്റൽ ആറ്റവും, സെക്കൻഡറി വാലൻസ് എന്താണ്, കോർഡിനേഷൻ നമ്പറാണ്. ഇനി എന്താണ് ഈ പ്രൈമറി, എന്താണ് സെക്കൻഡറി, നിങ്ങൾ ഡൗട്ട് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു എക്സാമ്പിൾ ഓർക്കുക, CO NH3 6 ടൈംസ് Cl3 ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആണെന്ന് ഇരിക്കട്ടെ. ഈ കോംപ്ലക്സിലെ പ്രൈമറി വാലൻസി ഏതാണ്, അയോണൈസ് ചെയ്യാൻ പറ്റുന്ന വാലൻസി ഏതാണോ അല്ലെങ്കിൽ അയോൺസ് ഏതാണോ അതാണ് എന്ത്, പ്രൈമറി വാലൻസി. അപ്പം നോക്കൂ, ഇതിൽ അയോണൈസ് ചെയ്യാൻ പറ്റുന്ന അയോൺസ് ഏതാണ്, Cl3. അപ്പം ഈ Cl3, അപ്പം 3 Cl എന്ന് പറയുന്നതാണ് അതിന്റെ എന്ത്, പ്രൈമറി വാലൻസി അല്ലെങ്കിൽ അയണൈസബിൾ വാലൻസ്. ഇനി സെക്കൻഡറി വാലൻസി എന്താണ്, ഇത് ഈ 6 അമോണിയ NH3 ഗ്രൂപ്പ്സ് ആണ് എന്ത്, ഇതിന്റെ സെക്കൻഡറി വാലൻസ് വിച്ച് കറസ്പോണ്ട്സ് ടു കോർഡിനേഷൻ നമ്പർ. അതായത് 6 NH3 അതാണ് കോർഡിനേഷൻ നമ്പർ വിച്ച് കറസ്പോണ്ട്സ് ടു ദി കോർഡിനേഷൻ നമ്പർ ആൻഡ് പ്രൈമറി വാലൻസ് കറസ്പോണ്ട് ടു ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി മെറ്റൽ അല്ലേ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി മെറ്റൽ. അത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ രണ്ടും, ഇത് പ്രൈമറി വാലൻസി ആണെങ്കിലും സെക്കൻഡറി വാലൻസി ആണെങ്കിലും ഒരു മെറ്റൽ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്തിരിക്കണം. ഇതിൽ മോർ എസെൻഷ്യൽ ഏതാണ്, ഇപ്പം നമുക്ക് സ്ട്രക്ചറും ജോമെട്രിയും ഒക്കെ പറയാൻ വേണ്ടി നമുക്ക് മോർ എസെൻഷ്യൽ ഏതാണ്, അതിന്റെ കോർഡിനേഷൻ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡറി വാലൻസി അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ. കാരണം നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ്, സ്പേസിലുള്ള ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ് അതിന്റെ ജോമെട്രി ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ വെർണർ തിയറി നല്ലപോലെ വായിക്കുക. അത് നമ്മുടെ 12th ഗ്രേഡ് ടെക്സ്റ്റിലാണെങ്കിലും അതെല്ലാം ഗ്രാജുവേറ്റ് നമുക്ക് ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്, ആ ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് വെർണർ തിയറി എന്ന്. നമുക്കപ്പോൾ സിലബസിലേക്ക് കടക്കാം. വാലൻസ് ബോണ്ട് തിയറിയിലാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒരുപാട് എന്താണ് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു വെർണർ തിയറിക്ക്. അതുകൊണ്ടാണ് അടുത്ത സ്ട്രക്ചറൽ തിയറിയായ എന്താണ് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഒക്കെ വന്നത്. ഇത് കഴിഞ്ഞിട്ട് സിഡ്വിക് തിയറി ഒക്കെ വന്നു, EAN റൂൾ ഒക്കെ വെച്ചിട്ട്. നമുക്ക് EAN റൂൾ ഒക്കെ ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഈ വെർണർ തിയറി കഴിഞ്ഞിട്ട് വന്ന തിയറിയാണ് സിഡ്വിക് തിയറി. അതിനുശേഷമാണ് സ്ട്രക്ചറൽ തിയറീസ് ആയ VB തിയറി, CFT, MO തിയറി ഒക്കെ വന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ആ മൂന്നെണ്ണത്തെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി. അപ്പോൾ എന്താണ് വാലൻസ് ബോണ്ട് തിയറി? ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, പോളിങ്സ് തിയറി ഓഫ് കോംപ്ലക്സസ്. അത് ഓർത്തിരിക്കുക കേട്ടോ, ചില സമയത്ത് ചോദിക്കാം എന്താണ് പോളിങ്സ് തിയറി, എന്താണ് പോളിങ്സ് തിയറി ഓഫ് കോംപ്ലക്സസിന്റെ പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഡൗട്ട് ആവരുത് എന്താണ് പോളിങ്സ് തിയറി നമുക്ക് ഡൗട്ട് ആവരുത്. അപ്പൊ എഴുതുക വാലൻസ് ബോണ്ട് തിയറി, അതല്ലെങ്കിൽ എന്താണ് പോളിങ്സ് തിയറി ഓഫ് കോംപ്ലക്സസ്. തിയറി ഓഫ് കോംപ്ലക്സസ് അതാണ് VB തിയറി. രണ്ട് പേര് പറഞ്ഞാൽ എന്താണ്, സെയിം തന്നെയാണ്. വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ പോളിങ്സ് തിയറി ഓഫ് കോംപ്ലക്സസ് രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് തിയറി ബോണ്ട് ഫോം ബിറ്റ്വീൻ ദി സെൻട്രൽ മെറ്റൽ ആറ്റം ആൻഡ് ലിഗാൻഡ്സ് ഈസ് ഡ്യൂ ടു ദി ഓവർലാപ്പ് ഓഫ്
filled ligand orbitals containing a lone pair of electrons with vacant hybrid orbitals of metal atom. അതായത് BB തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു മെറ്റലും ഉണ്ടാവും, ലിഗാൻഡും ഉണ്ടാവും. അവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയായിരിക്കും? ഓവർലാപ്പ് ഓഫ് ഫിൽഡ് ലിഗാൻഡ് ഓർബിറ്റൽ. അതായത് ലിഗാൻഡിന് എന്തുണ്ടാവണം? എപ്പോഴും ലിഗാൻഡിന് എന്തുണ്ടാകണം? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകണം. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ മെറ്റൽസിന് കൊടുത്ത് അവിടെ എന്താണ്? ഒരു ഓവർലാപ്പ് ഓഫ് ഓർബിറ്റൽസ്, ലിഗാൻഡ് ഓർബിറ്റലും മെറ്റലിന്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിൽ ഒരു ഓവർലാപ്പ് ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? BB തിയറിയിൽ പറയുന്നത്. അതായത് അവിടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആരാണ്? ലിഗാൻഡ്സ് ആണ്. മെറ്റലിന് എന്തുണ്ടാവണം? വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവുകയും വേണം. വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവുകയും വേണം. അതാണ് അക്കോർഡിംഗ് ടു BB തിയറി. നമ്മൾ കോംപ്ലക്സ് ഫോർമേഷനെ കുറിച്ച് പറയുന്നത് എന്താണ്? ലിഗാൻഡ്സ് മെറ്റലിന് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അത് എങ്ങോട്ടാണ് പോകുന്നത്? മെറ്റലിന്റെ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള വേക്കന്റ് ഡി ഓർബിറ്റൽസിലേക്കാണ് ആ ലോൺ പെയറിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് മെയിൻ അസംഷൻസ്? ഇതെന്ന് വെച്ചാൽ ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് എന്താണ്? കോവാലന്റ് ഇൻ നേച്ചർ ആണ്. ഫസ്റ്റ് അസംഷൻ ആണ് എന്ത്? ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് എന്താണ്? കോവാലന്റ് ഇൻ നേച്ചർ ആണ്. അതുപോലെ തന്നെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അതായത് ലിഗാൻഡ്സ് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസും മെറ്റലും തമ്മിലുള്ള ഒരു ബോണ്ട് ഫോർമേഷൻ ആണ് എന്ത്? ലിഗാൻഡ് ടു മെറ്റൽ ബോണ്ട് ഫോർമേഷൻ. അതെന്താണ്? കോവാലന്റ് ഇൻ നേച്ചർ ആണ്. ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നത്? ലിഗാൻഡ് ആണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പല ലിഗാൻഡ്സ് ഉണ്ടല്ലേ, അമോണിയ, H2O, അല്ലെങ്കിൽ കാർബണൈൽ അല്ലേ, അതുപോലെ തന്നെ എന്താണ്? Cl-, F-, അങ്ങനെ ഒരുപാട് ലിഗാൻഡ്സ് ഉണ്ട്. ഈ ലിഗാൻഡ്സിന് അറ്റ്ലീസ്റ്റ് വൺ എന്താണ്? ലോൺ പെയർ ഉണ്ടാവണം. ഒരു ലിഗാൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് വൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദി തേർഡ് അസംഷൻ ഈസ് എന്താണ്? മെറ്റലിന്റെ കാര്യമാണ് പറഞ്ഞത്. മെറ്റലിന് എന്തുണ്ടാവണം? ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വേക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ 6 കോർഡിനേറ്റ് എന്താണ്? 6 വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവണം. 4 കോർഡിനേറ്റഡ് ആണ് എന്ത് വേണം? 4 വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടാവണം. അപ്പം സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് എന്തുണ്ടാവണം? സഫിഷ്യന്റ് നമ്പർ ഓഫ് എന്തുണ്ടാവണം? വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദി തേർഡ് അസംഷൻ. ആൻഡ് ദി ഫോർത്ത് വൺ ഈസ് എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു. എന്താണ്? ഹൈബ്രിഡൈസേഷൻ. എന്താണ്? ഇക്വൽ എനർജി ആക്കാൻ വേണ്ടി. നമുക്കറിയാം ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് നമ്മൾ ഈ എല്ലാ ബോൺസും എന്താണ്? ഇക്വലന്റ് ആണല്ലേ. അപ്പം ഇക്വലന്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈക്വലന്റ് എനർജി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മെറ്റൽ ആറ്റം, സെൻട്രൽ മെറ്റൽ ആറ്റം എന്ത് ചെയ്യണം? ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെടുത്തിട്ട് എന്താവണം? പുതിയ എ ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽ വിച്ച് ഹാവ് സെയിം എനർജി ആൻഡ് ഷേപ്പ് അല്ലേ. അതുപോലെ തന്നെ ഹൈബ്രിഡൈസേഷനിൽ ഏർപ്പെട്ട് ഒരു എന്താണ്? കമ്പയറബിൾ എനർജിയും ഈക്വൽ നമ്പർ ഓഫ് ന്യൂ ഓർബിറ്റൽസ് ഉണ്ടാകണം. അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ കോവാലന്റ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ഇതെന്താണ്? ഈ നെക്സ്റ്റ് വൺ ആണ്. ഈ ഹൈബ്രിഡൈസ്ഡ് വേക്കന്റ് ഓർബിറ്റൽസ് ഓഫ് ദി സെൻട്രൽ അയോൺ ലീനിയർലി ഓവർലാപ്പ് വിത്ത് ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് ദി ലിഗാൻഡ്. അങ്ങനെയാണ് എന്താണ്? കോവാലന്റ് സിഗ്മ ബോണ്ട്. ലിഗാൻഡ് ടു മെറ്റൽ കോവാലന്റ് സിഗ്മ ബോണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതായത് മെറ്റലിന്റെ വേക്കന്റ് ആയിട്ടുള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ലിഗാൻഡ് ഫിൽഡ് ആയിട്ടുള്ള, അതായത് ലോൺ പെയർ ഉള്ള ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലും കൂടി എന്ത് ചെയ്യുമ്പോഴാണ്? ലീനിയർലി ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കോവാലന്റ് സിഗ്മ ബോണ്ട്സ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ ഓറിയന്റേഷൻ ഓഫ് എന്താണ്? ഇപ്പൊ ഒരു മെറ്റൽ ഉണ്ട്, അതിന്റെ ചുറ്റും എങ്ങനെയാണോ ഈ ലിഗാൻഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്താ? അതിന്റെ ജിയോമെട്രി. അപ്പോൾ ഓരോ ഓറിയന്റേഷൻ ഇൻ സ്പേസിൽ എന്താണ്? ഒരു ഡെഫിനിറ്റ് ജിയോമെട്രി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പം 4 കോർഡിനേറ്റഡ് എന്താണ്? ടെട്രാഹെഡ്രലി വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അതില്ലെങ്കിൽ എന്താണ്? സ്ക്വയർ പ്ലേനാർ കോംപ്ലക്സ് ആവാം അല്ലേ. അതല്ല ഇപ്പൊ 6 കോർഡിനേറ്റ് എന്താണ്? ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ ഈ അറേഞ്ച്മെന്റ് എങ്ങനെയാണോ ഈ ലിഗാൻഡ്സിനെ മെറ്റലിന്റെ ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജിയോമെട്രി എന്ന് പറയുന്നത്.
അതായത് ഇത് നോക്കൂ, നമ്മൾ പറഞ്ഞ VSEPR തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, 2 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ അത് sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അവന് എന്തായിരിക്കും, ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇലക്ട്രോൺ പെയറിന് പകരം യൂസ് ചെയ്യുന്ന ടേം ആണെന്ത്, കോർഡിനേഷൻ നമ്പർ. ഇൻ കോർഡിനേഷൻ കെമിസ്ട്രി വി യൂസ് കോർഡിനേഷൻ നമ്പർ ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രോൺ പെയർ. സെയിം കൺസെപ്റ്റ് ആണ്, ഇവിടെ ഇലക്ട്രോൺ പെയർ തന്നെയാണ്, പക്ഷെ കോർഡിനേഷൻ നമ്പർ 2 ആണെങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp ആണ്, ജിയോമെട്രി ലീനിയർ ആണ്. അതിന് എക്സാമ്പിൾസ്. ഇനി കോർഡിനേഷൻ നമ്പർ 3 ആണെങ്കിൽ sp2 ആണ്, ട്രയഗണൽ പ്ലേനാർ ആയിരിക്കും. 4 ആണെങ്കിൽ sp3 ആകാം, ടെട്രാഹെഡ്രൽ ആയിരിക്കും. ഇനി 4 ആണെങ്കിൽ മറ്റൊരു എന്താണ് ഹൈബ്രിഡൈസേഷനും ഉണ്ട്, dsp2. അപ്പോഴുള്ള സ്ട്രക്ചർ ഏതാണ്, സ്ക്വയർ പ്ലേനാർ. ഇനി 5 ആണെങ്കിൽ dsp3 ആണ് അല്ലേ, dsp3 അല്ലെങ്കിൽ sp3d എന്ന് പറയാം, ട്രയഗണൽ ബൈപിരമിഡൽ. ഇനി 6 ആണെങ്കിലോ d2sp3ഓ sp3d2ഓ വരാം. അതായത് ഔട്ടർ ഓർബിറ്റൽ ഇന്നർ ഓർബിറ്റൽ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, അതെന്താണ്, ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ ആണ്. അപ്പം ഡിഫറെന്റ് കോർഡിനേഷൻ നമ്പറിന് ഡിഫറെന്റ് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും, അതിന് കറസ്പോണ്ട് ചെയ്തുള്ള ജിയോമെട്രി ആയിരിക്കും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ആ ഷേപ്പ് ഓഫ് പോളിഅറ്റോമിക് മോളിക്യൂൾസ് പഠിച്ച സമയത്ത് ഈ എന്താണ് ഹൈബ്രിഡൈസേഷനും അവരുടെ ജിയോമെട്രിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ഒന്നും കൂടെ നോക്കുക, ഈ പോർഷൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ആ പോർഷൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇനി അടുത്ത മെയിൻ അസംഷൻ ആണ് എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഒരു കോംപ്ലക്സിനകത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇനി എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക്. ഇനി ഗ്രേറ്റർ ദി ഓവർലാപ്പ് ബിറ്റ്വീൻ ദി ലിഗാൻഡ് ഓർബിറ്റൽസ് ആൻഡ് ദി ഹൈബ്രിഡൈസ്ഡ് മെറ്റൽ ഓർബിറ്റൽ, ഗ്രേറ്റർ ദി എന്താണ് ബോണ്ട് സ്ട്രെങ്ത്. ഇപ്പം ലിഗാൻഡ് ഓർബിറ്റലും മെറ്റൽ ഓർബിറ്റലും നല്ല സ്ട്രോങ് ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, അവർ ഗ്രേറ്റർ ദി ഓവർലാപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, സ്ട്രോങ് ബോണ്ട് ആയിരിക്കും. ഇനി നമ്മൾ പറയാണ് കോംപ്ലക്സ് ഫോർമേഷൻ എസെൻഷ്യലി ഇൻവോൾവ്സ് റിയാക്ഷൻ ബിറ്റ്വീൻ ലൂയിസ് ബേസസ് ആൻഡ് ലൂയിസ് ആസിഡ്. അതായത് ലൂയിസ് ബേസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണെന്ത്, ലൂയിസ് ബേസ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ലിഗാൻസ് ആണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് എന്ത്, നമ്മുടെ ലിഗാൻസ് ആണ് ഇവിടെ ലൂയിസ് ബേസ്. അതുപോലെ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് എന്ത്, ആസിഡ്സ്. അപ്പം മെറ്റലിന്റെ എന്താണ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽ അയോൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ലൂയിസ് ആസിഡ്. അപ്പം നമുക്ക് പറയാം, കോമൺ ആയിട്ട് പറയാം എന്താണ്, ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ലൂയിസ് ബേസ് ലിഗാൻസ് ആൻഡ് ലൂയിസ് ആസിഡ്സ് such as metals. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ജിയോമെട്രി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് VB തിയറി വെച്ച് നമുക്ക് അതിന്റെ ജിയോമെട്രി അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനോ കിട്ടുന്നത്? ഒരു കണ്ടീഷനേ ഉള്ളൂ, നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് അറിയാമെങ്കിൽ, മെഷേർഡ് മാഗ്നറ്റിക് മൊമെന്റിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമുക്ക് ജിയോമെട്രി കിട്ടത്തുള്ളൂ. അതായത് ജിയോമെട്രി മേ ബി അറൈവ്ഡ് ഫ്രം ദി മെഷേർഡ് മാഗ്നറ്റിക് മൊമെന്റ്. മെഷേർഡ് ആദ്യം പറയാണ് ഇന്നതാണ് കോംപ്ലക്സ്, ഒരു കോംപ്ലക്സിന്റെ ഫോർമുല തരും, പിന്നെ പറയാം എന്താണ് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇത്രയാണ്, അല്ലെങ്കിൽ എന്താ ഡയാമാഗ്നറ്റിക് ആണ്, പാരാമാഗ്നറ്റിക് ആണെന്ന് പറയും. അങ്ങനെ നമുക്ക് തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, VB തിയറി വെച്ചിട്ട് ഒരു കോംപ്ലക്സിന്റെ ജിയോമെട്രി അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, മാഗ്നറ്റിക് ക്രൈറ്റീരിയൻ ഓഫ് ബോണ്ട് ടൈപ്പ്. മാഗ്നറ്റിക് മൊമെന്റ്, മെഷേർഡ് മാഗ്നറ്റിക് മൊമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ജിയോമെട്രി നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈ തിയറി ഉണ്ട്, 4 കോർഡിനേറ്റ് D8 കോംപ്ലക്സിനെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. അതായത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയുകയാണെങ്കിൽ, ഡയാമാഗ്നറ്റിക് ആണ് ഒരു D8 കോംപ്ലക്സ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് സ്ക്വയർ പ്ലേനാർ ആയിരിക്കുമെന്നും. ഇനി നമുക്ക് D8 കോംപ്ലക്സ് ഒരു പാരാമാഗ്നറ്റിക് ആണെന്ന് പറയുകയാണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആയിരിക്കുമെന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതായത് നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, D8 കോംപ്ലക്സിന്റെ എന്ത് കാണാം, ജിയോമെട്രി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അത് ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും, സ്ക്വയർ പ്ലേനാർ ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ അത് ടെട്രാഹെഡ്രലും ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് തന്നെ നമുക്ക് പറയാം. അതിന് ആദ്യം വേണ്ടത് നമുക്ക് VB തിയറി വെച്ച് സ്പിൻ ഓൺലി ഫോർമുല വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് സ്പിൻ ഓൺലി ഫോർമുല നമുക്കറിയാം, √n × n+2 BM ആണ്. എന്ത് BM എന്ന് വെച്ചാൽ ബോർ മാഗ്നറ്റോൺ ആണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ ഫോർമുല.
അപ്പൊ അങ്ങനെ വെച്ചാണെങ്കിൽ ഒരു എന്താണ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന്റെ സ്പിൻ ഓൺലി ഫോർമുല എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 into 2 അല്ലേ? 1 into 1 plus 2 1 into 1 plus 2 അപ്പം 1 into 3 which is equal to root 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1.73 ആയിരിക്കും. അപ്പോൾ നമുക്ക് തരികയാണ് 1.73 ആണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് തരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ തരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ കോംപ്ലക്സിനകത്ത് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി 2.83 ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. 3.87 ആണെങ്കിൽ 3, 4.90 ആണെങ്കിൽ 4, 5.92 ആണെങ്കിൽ 5. അപ്പം നിങ്ങൾ ഓർക്കുക, ഇവിടെ 5 ആണെങ്കിൽ 5 അൺപെയ്ഡ്, 4 ആണെങ്കിൽ 4 അൺപെയ്ഡ്. ഈ നമ്പർ നോക്കണം കേട്ടോ. അപ്പം ഈ നമ്പർ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിന്റെ വാല്യൂ അറിയാമെങ്കിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നറിയാം. പിന്നെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിരിക്കുകയാണ് കോംപ്ലക്സ് നിക്കൽ ടെട്രമീൻ നിക്കൽ അല്ലേ? ടെട്രമീൻ നിക്കൽ 2 ആണ്. ടെട്രമീൻ നിക്കൽ 2 എന്ന് പറയുമ്പോൾ എന്താണ്? നിക്കൽ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള നിക്കലിന്റെ അറിയാം. എന്താണ് നിക്കൽ എന്ന് വെച്ചാൽ? എത്രയാണ്? 3d8 4s2 ആണ്. അതായത് 28 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. 3d8 4s2 ആണ്. നിക്കൽ 2+ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തു. അന്നേരം ഉള്ള കോൺഫിഗറേഷൻ ആണ് 3d8 അല്ലേ? 3d8. ഇനി തന്നേക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി പാരാമാഗ്നറ്റിക് വിത്ത് എ മൊമെന്റ് ഓഫ് 2.83. 2.83 മാഗ്നറ്റിക് മൊമെന്റ് ആണെങ്കിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം? 2. അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലേ? അപ്പം നമുക്ക് അറേഞ്ച് ചെയ്യാം അവരെ. ഇത് 3d 4s 4p വരയ്ക്കുക. ഇവിടെ എന്താണ്? 3d8 ആണ് അല്ലേ? 3d8 വരുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. നോക്കൂ, ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. നമുക്ക് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ ഇനി എന്ത് വേണം? 4 NH3 മോളിക്യൂളിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം വേണം. അപ്പം d ഓർബിറ്റൽസ് എല്ലാം എന്താണ്? ഫിൽഡ് ആണ്. നമുക്ക് വേണ്ട വേക്കന്റ് ഓർബിറ്റൽസ് വേണം അല്ലേ? അപ്പം വേക്കന്റ് ഓർബിറ്റൽസ് വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈ 1s-ഉം 3 എന്താണ്? പിയും കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകും? 4sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. 4sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ആ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിലേക്ക് എന്ത് ചെയ്യാം? ഈ അമോണിയയ്ക്ക് ലോൺ പെയറുമായിട്ട് വന്ന് അവിടെ അക്കോമഡേറ്റ് ചെയ്യാം. അതിനെ അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പം sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഉള്ള ജോമെട്രി ഏതാണ്? ടെട്രാഹെഡ്രൽ. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സിന്റെ മോളിക്കുലർ ഫോർമുലയും അതിന്റെ മാഗ്നറ്റിക് മൊമെന്റും അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാം, അതിന്റെ ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പം അതാണ് VB തിയറിയുടെ ഒരു ആപ്ലിക്കേഷൻ. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് NiCN4 × 2-. ഇവിടെ എത്രയാണ് നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നോക്ക്, x -4 = -2, x = -2 + 4 which is equal to +2 ആണ് അല്ലേ? അപ്പം ഇവിടെയും നിക്കലിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? +2 ആണ്. നമുക്കറിയാം. അപ്പോൾ ഏതാണ് കോൺഫിഗറേഷൻ? d8 ആണ്. അത്രയും ഓർത്തിരിക്കുക. ഗിവൺ ദാറ്റ് ഡയാമാഗ്നറ്റിക് തന്നിട്ടുണ്ടെന്നാണ്. ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? μ = 0 ആണ് അല്ലേ? അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? d8 നോർമൽ കേസിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി കോംപ്ലക്സ് ഫോർമേഷൻ സമയത്ത് അവർ പറഞ്ഞു എന്താണ്? ഇവിടെ എന്താണ്? μ = 0 ആണെന്ന് പറഞ്ഞു. 0 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസും കൂടെ പെയർ ചെയ്യും അല്ലേ? എന്നിട്ട് എന്താണ്? ഒരു ഡിയും ഒരു എസും 2 എന്താണ്? പിയും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് dsp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. dsp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഉള്ള ജിയോമെട്രി ഏതാണ്? സ്ക്വയർ പ്ലെയിൻ. അപ്പോൾ നിക്കൽ സയനൈഡ് എന്തായിരിക്കും? ടെട്രാസൈനോ നിക്കലേറ്റ് എന്തായിരിക്കും? അപ്പോൾ സ്ക്വയർ പ്ലെയിനാർ ജിയോമെട്രി ആയിരിക്കും. അവിടെ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം സ്ക്വയർ പ്ലെയിനാർ ജിയോമെട്രി ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് എന്താണ്? ഹെക്സമീൻ കൊബാൾട്ട് 3. ഹെക്സമീൻ കൊബാൾട്ട് 3 എടുക്കുക. അവിടെ കൊബാൾട്ട് എന്താണ്? കൊബാൾട്ടിന്റെ 3 ആണ് ഓക്സിജൻ സ്റ്റേറ്റ്. നമുക്കറിയാം D7s2 ആയിരുന്നു ഇതിന്റെ കോൺഫിഗറേഷൻ. അതിൽ 2 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? D7.
ഇതും തന്നിട്ടുണ്ടെന്നാണ് ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇസ് നോട്ട് D7 D6 വരും, 3 എണ്ണം പോകുന്നില്ലേ, അപ്പം D6 വരും. അപ്പം ഇതും എന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ എങ്ങനെ വരാം, ആദ്യം വെറും CO3 എന്ന് പറയുമ്പോൾ എന്താണ് ഈ രീതിയിലായിരുന്നു ഇതിന്റെ അറേഞ്ച്മെന്റ്. ഡയാമാഗ്നറ്റിക് പറഞ്ഞാൽ എന്താണ് എല്ലാം പെയർഡ് ആണ്. അപ്പം ഇത് ഇതിനുമായിട്ട് പെയർ ചെയ്തു, ഇത് ഇതുമായിട്ട് പെയർ ചെയ്തു. ബാക്കി എത്ര വേക്കന്റ് ഓർബിറ്റൽസ് ഉണ്ട്, 2 ഡിയും 1 എസും 3 പിയും, മൊത്തം നമുക്ക് 6 ഓർബിറ്റൽസ് വേണം. അപ്പൊ എന്താണ് D2sp3 ഹൈബ്രിഡൈസേഷൻ കിട്ടി. നമുക്കറിയാം ഇതെന്താണ്, അപ്പൊ ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് അല്ലേ, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്താണ്, ആകെ 3D ഓർബിറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ ഒക്ടാഹെഡ്രൽ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഇന്നർ ഓർബിറ്റൽ ആണോ ഔട്ടർ ഓർബിറ്റൽ ആണോ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിന്റെ ബേസ് എന്താണെന്ന് നമുക്ക് VB തിയറി വെച്ച് പറയില്ല. എന്തുകൊണ്ട് അത് ഇന്നർ ഓർബിറ്റലായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ഔട്ടർ ഓർബിറ്റലായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു മാഗ്നറ്റിക് മൊമെന്റ് തരികയാണെങ്കിൽ ആ തന്നിരിക്കുന്ന കോംപ്ലക്സ് ഇന്നർ ഓർബിറ്റൽ ആണോ ഔട്ടർ ഓർബിറ്റൽ ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് Fe2O 6 times 3+. ഇവിടെ എത്രയാണ് Feയുടെ Fe3 ആണ് അല്ലെ, ഇവിടെ Fe3 ആണ്. Fe3 എന്ന് വെച്ചാൽ എന്താണ്, വെറും Fe ആണ് എന്താണ് D6s2 ആണ്. 3 ഇലക്ട്രോൺസ് പോയാൽ എന്ത് വരും, D5 വരും. D5 വരുന്നു. പിന്നെ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് 5.92 ആണെന്ന് പറഞ്ഞു, അതായത് 5 അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് എല്ലാം ഇതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് എത്ര വേക്കന്റ് ഓർബിറ്റൽസ് വേണം, 6 വേക്കന്റ് ഓർബിറ്റൽസ് വേണം. അതപ്പോൾ എവിടുന്ന് കിട്ടും, 1s 3p, അപ്പോഴും 4 ആയതേ ഉള്ളൂ. പിന്നെ എന്താണ് 2d എന്നും കിട്ടണം അല്ലേ, 2d. അപ്പം നോക്ക് എത്ര എന്ത് കിട്ടി, sp3d2 കിട്ടി. ഇവിടെ നോക്കൂ, ഈ എടുത്തേക്കുന്ന d എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ ഡിയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അതായത് 4d യിൽ നിന്നായതുകൊണ്ട് ഈ കോംപ്ലക്സ് എന്താണ്, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. എന്താണ് ജിയോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിന്റെ ഒരു കോംപ്ലക്സിന്റെ ഫോർമുലയും അതിന്റെ മാഗ്നറ്റിക് മൊമെന്റും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ജിയോമെട്രിയും ഹൈബ്രിഡൈസേഷനും അതുപോലെ ഇന്നർ ഓർബിറ്റൽ ആണോ ഔട്ടർ ഓർബിറ്റൽ ആണോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വാലൻസ് ബോണ്ട് തിയറി നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ജിയോമെട്രി കണ്ടുപിടിക്കാം ഒക്കെ തന്നെയാണെങ്കിലും എന്താണ് കുറെ അധികം എന്തുകൊണ്ട് ലിമിറ്റേഷൻസും ഉണ്ട്. ഇതിന്റെ കളർ ഓഫ് ദി കോംപ്ലക്സ്, നമുക്കറിയാം കോംപ്ലക്സിന് എന്ത് കളർ ഉണ്ട്, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് കളർ വരുന്നതെന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, VB തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ VB തിയറിയിൽ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അവർ അതർ കമ്പോണൻസ്, അതായത് എന്താണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ്, നമ്മൾ എല്ലിന്റെ കാര്യമൊക്കെ പറഞ്ഞു, LS കപ്ലിംഗ്, അതൊന്നും എന്ത് പറയുന്നില്ല, നമ്മളുടെ ഈ VB തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചില കോംപ്ലക്സസ് ഇന്നർ ഓർബിറ്റൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, ചിലത് ഔട്ടർ ഓർബിറ്റൽ ആണെന്നും പറഞ്ഞു. പക്ഷെ അത് എന്തുകൊണ്ട് ഇന്നർ ഓർബിറ്റലായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഔട്ടർ ഓർബിറ്റലായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആയി ലോ സ്പിൻ ആയി, എന്തുകൊണ്ട് പാരാമാഗ്നറ്റിക് ആയി ഹൈ സ്പിൻ ആയി, അതൊന്നും പറയാൻ ആർക്ക് പറ്റിയില്ല, VB തിയറി കൊണ്ട് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ എന്താ റിലേറ്റീവ് എനർജീസ് ഓഫ് ഡിഫറെന്റ് എന്താണ് ഓൾട്ടർനേറ്റീവ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയാനോ ഒന്നും എന്താണ് ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ, സ്ക്വയർ പ്ലെയിൻ, അതിന്റെ ആ ഡിഫറെന്റ് എന്താണ് എനർജി ഡിഫറൻസിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ചില കോംപ്ലക്സസ് 4 കോർഡിനേറ്റഡ് കോംപ്ലക്സ്, എന്തുകൊണ്ട് ചിലത് ടെട്രാഹെഡ്രൽ ആയി, എന്തുകൊണ്ട് മറ്റേത് സ്ക്വയർ പ്ലെയിനർ ആയി, ഇതിനെക്കുറിച്ചൊന്നും ഇത് അല്ലാണ്ട് മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കിട്ടിയെന്നല്ലാതെ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ഒരിടത്ത് പെയറിംഗ് സംഭവിച്ചു, സെയിം മെറ്റൽ ആയതുകൊണ്ട് തന്നെ, പക്ഷെ ഒരിടത്ത് വന്നപ്പം സയനൈഡ് വന്നപ്പം പെയറിംഗ് വന്നു, H2O വന്നപ്പം പെയറിംഗ് വന്നില്ല, അതൊക്കെ എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു കോംപ്ലക്സ് ഔട്ടർ ഓർബിറ്റലായി, ഒരെണ്ണം മറ്റൊന്ന് എന്തായി ഇന്നർ ഓർബിറ്റലായി, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് പ്രെഡിക്റ്റ് അല്ലെങ്കിൽ എന്താണ് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല, VB തിയറിക്ക് കഴിഞ്ഞില്ല. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, നിക്കൽ കാർബണൈൽ ഈസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കും സ്ക്വയർ പ്ലെയിനർ ആൻഡ് പാരാമാഗ്നറ്റിക്, ടെട്രാഹെഡ്രൽ ആൻഡ് ഡയാമാഗ്നറ്റിക്, സ്ക്വയർ പ്ലെയിനർ ആൻഡ് ഡയാമാഗ്നറ്റിക്, ടെട്രാഹെഡ്രൽ ആൻഡ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, നമുക്കിപ്പോൾ ഓൾറെഡി എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വീക്ക് ഫീൽഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഈ പോർഷനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചിലപ്പോൾ എന്താ മാഗ്നറ്റിക് മൊമെന്റ് വന്നിട്ട് അതിന്റെ ജിയോമെട്രി ചോദിക്കാം,
അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, NiCl4 - 2 is paramagnetic. Hence its geometry is എന്ന് പറഞ്ഞിരിക്കും. Hence its geometry, ഇത് സെറ്റിനെ കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Is ഓപ്ഷൻ A സ്ക്വയർ പ്ലേനാർ, ഓപ്ഷൻ B ടെട്രാഹെഡ്രൽ, ഓപ്ഷൻ C ടെട്രഗണൽ, ഓപ്ഷൻ D നൺ ഓഫ് ദി എബോ എന്ന് പറയും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? പാരാമാഗ്നറ്റിക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കും. നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ ജോമെട്രി കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്ക് ആണ്, നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ്, the d orbital used for dsp2 hybridization in എന്താണ് ടെട്രാസൈനോനിക്കലേറ്റ് അയോൺ എന്ന് ചോദിക്കുക. അപ്പൊ അതെന്താ എഴുതേണ്ടത്, അത് ഏതാണ് എഴുതേണ്ടത് കണ്ടുപിടിക്കണം. അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ ഏത് യൂണിറ്റ് ആണ് ചോദിക്കാം. മാഗ്നറ്റിക് മൊമെന്റ് എക്സ്പ്രസ്ഡ് ഇൻ വിച്ച് യൂണിറ്റ് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ കുറെ അയോൺസ് ആയിട്ട് അതിൽ ഏതാണ് ഡയോമാഗ്നറ്റിക് അല്ലാത്തത് എന്ന് ചോദിക്കാം. ഇപ്പൊ Zn2+ തന്നെ എന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. അതുപോലെ തന്നെ Cu+ എന്ന ഡയാമാഗ്നറ്റിക് ആണ്. Sc3+ എന്നാൽ നമുക്കറിയാം 3 ഇലക്ട്രോൺസും പോയി അതെന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പം അവിടെ എന്താണ് തന്നേക്കെന്ന് നോക്കണം, ഇലക്ട്രോൺസ് ഉണ്ടോ, ഡി ഇലക്ട്രോൺസ് ഉണ്ടോ, അവർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഡയാമാഗ്നറ്റിസം കാണിക്കാൻ ചാൻസ് ഉള്ളവരായിരിക്കും. പ്രത്യേകിച്ച് എന്താണ് ഓഡ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അവർ എന്തായാലും എന്ത് കാണിക്കും, പാരാമാഗ്നറ്റിസം കാണിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് VB തിയറി. നല്ലപോലെ വായിച്ചു നോക്കുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ വെർണർ തിയറി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു നോക്കുക. നമുക്ക് +2 പോർഷൻ ആണത്. ഇത് നമുക്കിപ്പോൾ ഇവിടെ സിലബസിൽ ഇങ്ങനെ ഡയറക്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചില സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്ത് പ്രൈമറി വാലൻസി ഏതാണ് തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് തരും, അതിനകത്ത് പ്രൈമറി വാലൻസി ഏതാണ് അല്ലെങ്കിൽ എത്രയാണ് കോർഡിനേഷൻ നമ്പർ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സെക്കൻഡറി വാലൻസി ഏതാണ്, അയണൈസബിൾ വാലൻസി ഏതാണ് അല്ലെങ്കിൽ നോൺ അയണൈസബിൾ വാലൻസി ഏതാണ്, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തിയറിയും എന്താണ് നന്നായി വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. VB തിയറി നല്ല രീതിയിൽ തന്നെ വായിക്കുക. നിങ്ങൾക്ക് രാമലിംഗം പോലുള്ള റെഫറൻസ് യൂസ് ചെയ്യാം. രാമലിംഗം നല്ലൊരു ടെക്സ്റ്റ് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കാൻ. അതുപോലെ തന്നെ ഹ്യൂഹി, ഷിവർ ആൻഡ് അറ്റ്കിൻസ് ഒക്കെ റെഫർ ചെയ്യുക. നല്ലപോലെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. അപ്പോൾ എല്ലാവരും നല്ലപോലെ തന്നെ നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി എന്ന് വിശ്വാസത്തോടെ ക്ലാസ് നിർത്തിയാണ് ഇന്നത്തെ. ഓക്കെ, താങ്ക് യു.